തിലകൻ. ഉറപ്പിച്ചാ? അല്ലേ? അതുകൊണ്ട് അയ്യോ അത് ആൻസർ. ഇനി ഞാൻ വേറൊരു ആളെ കാണിച്ചു തരാം. ഈ ആളെ അറിയോ ഇല്ലയോ എന്ന് പറയണേ. ഓക്കെ, ഈ വ്യക്തിനെ അറിയോ? മൂന്നുപേര് നോക്കിക്കോ. ആക്ച്വലി അറിയില്ല. ഇല്ല, എവിടെയും കണ്ട് പരിചയമില്ല. ഒന്നും കൂടി വേണമെങ്കിൽ ഒരു ഗസ് എങ്കിലും. വാലന്റൈൻ ആണോ? വാലന്റൈൻ അല്ല. അറിയില്ല. ഒരു ക്ലൂ തരാം. നമ്മുടെ മലയാളത്തിലെ ഒരു നായകനായിരുന്നു. പെരുന്തച്ഛനൊക്കെയാണ് വിശേഷണം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. മലയാളത്തിന്റെ പെരുന്തച്ഛൻ. അറിയില്ല. ഓക്കെ, ഞാൻ പറയട്ടെ. തിലകൻ സാറാണിത്. അതെ, പണ്ടത്തെ വിന്റേജ് ലുക്കിലെ തിലകൻ സാറാണ്. ഓക്കെ, ഇതും അദ്ദേഹം തന്നെയാണ് കേട്ടോ. ഓക്കെ ഫൈൻ. അപ്പോൾ ഞാൻ കുറച്ച് 2 പേരുടെ ഫോട്ടോസ് കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെന്ന് പറയണേ. ഓക്കെ, ഇതാരാന്നറിയോ? ഇവിടെ ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, തിലകൻ തന്നെയാണ് കേട്ടോ കറക്റ്റ് ആൻസർ. മുന്നേ കണ്ടിട്ടുണ്ടോ? ഓ ഓക്കെ. തിലകൻ സാറിനെ ഇപ്പം പരിചയമില്ലാത്ത ഒരാൾ വരികയാണെങ്കിൽ അയാൾക്ക് എങ്ങനെയായിരിക്കും ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക? ഓക്കെ, ആ ഒരു വ്യക്തിനെ കുറിച്ചിട്ട് എങ്ങനെയായിരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ആൾ അടിപൊളിയാണെന്നൊക്കെ? അഭിനയം യൂട്യൂബ് എടുത്ത് വീഡിയോ കാണിച്ചു കൊടുക്കും. അതിൽ കൂടുതൽ എന്ത് വേണം? ഓക്കെ ഫൈൻ. ഞാനൊരു 2 പേരുടെ ഫോട്ടോ കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് പറയണേ. ഇതാരാണെന്നറിയോ? തിലകനാണോ? നിങ്ങളുടെയോ? ദാവൂദ് ഇബ്രാഹിം പോലും ഉണ്ടല്ലോ. തിലകനെ പോലെ ആൻസർ തിലകനായിട്ടോ. ദാവൂദ് ഇബ്രാഹിമോ? ഗിഫ്റ്റ് എന്തെങ്കിലും ഉണ്ടോ? ശരി ഉത്തരം പറഞ്ഞ അതില്ല കേട്ടോ. എനിക്ക് കുട്ടി ഒരു ഉമ്മ തരും, അത്രേ ഉള്ളൂ. തിലകനും നാളത്തെ ദിവസം എന്താ ബന്ധം? അത് ഞങ്ങൾ വേറൊരു ടോപ്പിക്കിന് വേണ്ടി അപ്പൊ എല്ലാം ഒരുമിച്ച് ചോദിക്കാലോ. അപ്പൊ അതുപോലെ തന്നെ ഈ തിലകൻ സാറിനെ കുറിച്ചിട്ട് ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ വരുവാണെങ്കിൽ അവർക്ക് എങ്ങനെയായിരിക്കും നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക? മലയാള സിനിമയിലെ ഒരു അച്ഛൻ മുഖം, അല്ലെങ്കിൽ ഒരു അച്ഛൻ ക്യാരക്ടർ, വലിയ തലമൂത്ത ഒരു ആക്ടർ എന്നുള്ള ഒരു ഇതുണ്ട്. പിന്നെ അദ്ദേഹം ചെയ്ത ഓരോ വർക്കാണെങ്കിലും എല്ലാം വളരെ അടിപൊളിയാണല്ലോ. ഇപ്പോൾ പെരുന്തച്ഛനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വളരെ അഭിനയ പ്രാധാന്യമുള്ള മൂവിയാണല്ലോ. നമുക്കിപ്പോൾ മലയാളത്തിന്റെ പെരുന്തച്ഛൻ അറിയപ്പെടുന്നതല്ലേ. പിന്നെ മോഹൻലാലിന്റെ മൂവിയിലെ കത്തി താഴിട ആ ഡയലോഗൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറയാറില്ല. ഇല്ല, അങ്ങനെ പറയില്ല, എന്നാലും ചെറുതായിട്ട് ഇങ്ങനെ പറഞ്ഞത്, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ എല്ലാം ഭയങ്കര നമുക്ക് മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്ന കുറച്ച് യുണീക്ക് ആയിട്ടുള്ള വേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ വേറൊരു ഫോട്ടോ കാണിക്കാം. അത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോന്ന് പറയണേ. ഈ വ്യക്തിനെ നിങ്ങൾക്ക് അറിയോ നോക്കണേ. തിലകൻ ആണോ? ഉറപ്പാണോ? നിങ്ങൾക്കോ? തിലകൻ. എങ്കിൽ തിലകൻ തന്നെയാണ്. അതില്ല, താങ്ക് യു. അതെ അതെ. പിന്നെ അതുപോലെ തന്നെ ഈ തിലകൻ സാറിനെ കുറിച്ചിട്ട് ഇപ്പം അറിയാൻ വയ്യാത്ത വേറൊരാൾക്ക് നിങ്ങൾ എങ്ങനെയായിരിക്കും ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക? നല്ലൊരു ആക്ടറാണ്, ഭാവങ്ങളെല്ലാം പുറത്തു വന്ന്. പിന്നെ എക്സാമ്പിൾസ് പഠിക്കും സിനിമ, അതെ, അടിപൊളിയാണ്. പിന്നെ ഇവരുടെ എല്ലാം
നോർമലായിട്ട് കുറേ സ്റ്റേജിലൊക്കെ ആയിട്ട് നമുക്ക് കുറേ സിനിമകളുണ്ട്. എല്ലാവരും കാണുക. പ്രൊമോഷനോ? ഓക്കെ ഓക്കെ. എന്നറിയോ തിലകൻ. നിങ്ങൾ രണ്ടുപേരും എന്താ പറയുന്നേ? തിലകൻ. കേട്ട് പറയണതാ? തിലകൻ സാർ തന്നെയാണ് കേട്ടോ. നീ കണ്ടിട്ടുണ്ടോ എന്നെ? ഇല്ലില്ല സത്യമായിട്ട് കണ്ടില്ല. ഫേസ് വെച്ചിട്ട് ഫേസ് മാച്ചിങ് ആണോ? മനസ്സിലാവുമല്ലോ. നീ തോന്നുന്നില്ല. ആ ഓക്കെ, ഇത് വിന്റേജ് ലുക്കിൽ തിലകൻ സാറാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു തിലകൻ സാറിനെ കുറിച്ചിട്ട് നമുക്കൊരു അറിയാൻ വയ്യാത്ത ഒരാൾ വരികയാണെന്ന് വിചാരിച്ചോ, അപ്പൊ ആൾക്ക് എങ്ങനെയായിരിക്കും ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക? ആടുതോമയിലെ പുള്ളിയുടെ അച്ഛൻ, സ്ഫടികത്തിലെ മോഹൻലാലിന്റെ അച്ഛൻ, മാഷ്. അതെ, അങ്ങനെ ആളെ കുറിച്ചിട്ട് കുറച്ചും കൂടി നമ്മൾ മനസ്സിലാക്കി കൊടുക്കണമല്ലോ. കുറെ അവാർഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടില്ലേ. പിന്നെ മക്കളും ഇപ്പൊ സിനിമയിലുണ്ട്. പുള്ളിയുടെ ഗ്രാൻഡ് സണ്ണും ഇപ്പം മാർക്കോ എന്ന സിനിമയിലുണ്ട്. അതെ, അപ്പൊ അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം. പുള്ളിക്കാരൻ നല്ലൊരു തലമുറയുണ്ട്. ഓക്കെ, ആളുടെ ആക്ടിങ് ആയാലും ആക്ടിങ്ങും പേഴ്സണാലിറ്റി ഒക്കെ നല്ലതായിരുന്നു. വോയിസ് ഒക്കെ ആയാലും അയ്യോ ഭയങ്കര ആയിട്ടുള്ള ഭയങ്കര മോഡുലേഷൻ ഉള്ള വോയിസ് ആണ്. ഓക്കെ, താങ്ക് യു. ഈ ആളെ അറിയോ എന്ന് പറയണേ. ഒന്നുകൂടി. തിലകനാണോ? തിലകൻ. ഉറപ്പിച്ചാ? അല്ലേ അതുണ്ട്. അയ്യോ അത് പോയി. പണ്ടത്തെ തിലകൻ. ആ ഒരു ഈ ഒരു തിലകനാന്ന് തോന്നുന്നു. അയ്യോ ഇനി വേറെ ഹോളിവുഡ് ആക്ടർ അല്ല, ഹോളിവുഡ് അല്ലായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. ഐ വോട്ട് ഫോർ തിലകൻ. വ്യവസായം ഉണ്ട്, പക്ഷേ ഒരു 50% ഓരോ. ഓക്കെ, ഇനി ഞാൻ പറയട്ടെ, തിലകൻ തന്നെ. അതുപോലെ തന്നെ ഇതിപ്പോ ഈ വ്യക്തിനെ കുറിച്ചിട്ട്, തിലകൻ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കുറിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് അറിയില്ല എന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ ആ ഒരു വ്യക്തിനെ നിങ്ങൾ എങ്ങനെയായിരിക്കും ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക? ഒരു വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. മലയാളത്തിലെ കാസ്റ്റിസം എത്രത്തോളം അൺവെയിൽ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അങ്ങേര് അയാളുടെ വോയിസ് റേസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിലെ തന്നെ സിനിമയിലെ സുപ്പീരിയോറിറ്റി മൊത്തത്തിൽ അൺറൈവലും അൺവെയിലും ചെയ്തൊരു മഹത് വ്യക്തിയാണ് തിലകൻ എന്ന ആക്ടറും ഒരു വ്യക്തി, മനുഷ്യനും. ആക്ട് വയസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. അത് നമുക്ക് അദ്ദേഹമായിട്ട് റിലേറ്റ് ചെയ്യാനും അതേപോലെ മനസ്സിലാക്കാനും ഭയങ്കരമായിട്ട് സാധിക്കും. പിന്നെ വോയിസ് മോഡുലേഷൻ അത് തിലകൻ സാറ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ 2 മക്കളും അതിൻ്റെതായിട്ടുള്ളൊരു ഇഷ്ടമാണ്. എന്തായാലും നിങ്ങൾക്കത് മനസ്സിലായല്ലോ. നിങ്ങളൊരു കില്ലാടികൾ തന്നെ. ഓക്കെ, താങ്ക് യു സോ മച്ച്.